Welcome back to my channel, my lovely subscribers and new friends. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു മെരുക്ക് പണിയാണ്. മെരുക്ക് പണി എന്നല്ലേ അതിന് പറയണേ? അത് ചെയ്യാനായിട്ട് ചെന്നപ്പോഴത്തേക്കും ലിഫ്റ്റ് കാലക്കേടിന് ഔട്ട് ഓഫ് സർവീസ്. പക്ഷേ നെക്സ്റ്റ് ലിഫ്റ്റ് വാസ് വർക്കിംഗ്, താങ്ക് ഗോഡ്. അപ്പം അതെടുത്തിട്ട് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. അപ്പൊ ഇന്ന് എനിക്ക് കുറച്ച് എൻ്റെ നെയിൽ കളറൊക്കെ ഒന്ന് മാറ്റണം, പെനിക്യൂർ മാനിക്യൂർ, പിന്നെ എനിക്ക് എൻ്റെ ലേസർ ട്രീറ്റ്മെന്റിന്റെ ടൈമൊക്കെയാണ്. അപ്പൊ ഈ മോളിലാണ് യൂഷ്വലി ഞാൻ പോവാറ്. ഇത് ഭയങ്കര കാം ആയിട്ടുള്ളൊരു മോളാണ് കേട്ടോ. പക്ഷെ എൻ്റെ ഈ സലൂണിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും, കാരണം ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെ ഒരു സ്ഥലത്താണ്. അപ്പൊ ഞാൻ അവിടുന്ന് ഫസ്റ്റ് ഫ്ലോറിൽ കയറി, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് പിന്നെ മെസ്നൈൻ ഫ്ലോറിൽ പോയിട്ട് അടുത്ത ലിഫ്റ്റ് എടുക്കണം. അങ്ങനെ കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള റൂട്ടാണത്. അപ്പൊ ഹൈ ഗൈസ്, എനിക്ക് കുറേയൊക്കെ ഞാൻ വണ്ണം കുറയണില്ലേ ഗൈസ്, നിങ്ങൾ പറയണം കേട്ടോ, ദ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷൻ എത്തി. ആസ് യു നോ, എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ എപ്പോഴും പോകുന്നത് DK എസ്തറ്റിക്സിലാണ്. അപ്പൊ ഇതാണ് അവരുടെ ഇന്റീരിയർ ഗൈസ്. ഭയങ്കര ക്യൂട്ട് ആൻഡ് ഒരു എസ്തറ്റിക്സ് ആയിട്ടുള്ള ഒരു സലൂണാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവിടുത്തെ സർവീസസും നല്ലതാണ്. അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെന്റ് ആസ് ഓൾവേസ് എൻ്റെ ഫേഷ്യൽ ഹെയർ റിമൂവൽ ആണ് ഗൈസ്. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയാ, സീറോ പെയിൻ ആണ് ഈ ഒരു ട്രീറ്റ്മെന്റ്. ഈ റബ്ബർ ബാൻഡ് അടിക്കണ പോലത്തെ ആ ഫീൽ ഇല്ല. അപ്പൊ ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അടുത്തത് ഞാൻ പോയത് എന്റെ പെഡിക്യൂർ മാനിക്യൂർ സെഷനിലോട്ടാണ്. അപ്പം പെഡിക്യൂർ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള നെയിൽ മറ്റേ എന്തോന്നാ സ്ക്രബിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു. പിന്നെ അത് കൂടാണ്ട് എന്റെ നെയിൽ കളർ എനിക്ക് മാറ്റണമായിരുന്നു. ഒരു പിങ്ക് കളറായിരുന്നു ഞാൻ നേരത്തെ അടിച്ചിരുന്നത്. അത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് മാറ്റി ഈ കളറാക്കി. ഇറ്റ് വാസ് വെരി ഗുഡ് കളർ യു ഗൈസ്. അപ്പോഴാണ് എൻ്റെ ചാർജ് തീരാറായത് ഫോണിൻ്റെ. അപ്പം അവരെനിക്ക് ഇത് പ്രൊവൈഡ് ചെയ്തു. സൂപ്പർ ആയിട്ടുള്ള ഒരു എന്നാണ് പവർ ബാങ്ക് ആണ് കേട്ടോ. അപ്പം എൻ്റെ കാലിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ക്യൂട്ട് എൻ്റെ കാലിൻ്റെ ഒരു വളവുണ്ടോ ഗൈസ്? ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ രണ്ട് വളവുള്ള ഫ്രോഗിൻ്റെ കാല് പോലെയൊക്കെ എനിക്ക് തോന്നി. എനിവേസ് അത് കഴിഞ്ഞിട്ട് എൻ്റെ നെയിലിൻ്റെ പരിപാടി തുടങ്ങി, ഫിംഗേഴ്സിൻ്റെ. അപ്പോൾ ഈ കളറായിരുന്നു നേരത്തെ ഞാൻ ഇട്ടിരുന്നത് കേട്ടോ. അതൊക്കെ മാറ്റി. ബോറടിക്കുന്നുണ്ടായിരുന്നു. അവരെന്നോട് കോഫി വേണമെന്നൊക്കെ ചോദിച്ചെങ്കിലും ഐ സെഡ് നോ, ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ദർ കോഫി. 3-in-1 എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. അപ്പോൾ ഞാൻ താഴെ ചെന്നിട്ട് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാമല്ലോ, മേക്കപ്പ് മോളിൽ ഞാൻ എന്ന് വന്നിട്ടുണ്ടെങ്കിലും അവിടെ പോയി കോഫി എടുക്കാണ്ട് ഞാൻ പോകത്തില്ല. അപ്പോൾ എൻ്റെ നെയിൽ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഗൈസ് ഞാൻ ഇട്ടിരിക്കുന്ന കളർ. സൂപ്പർ അല്ലേ? റെഡ് കളർ. ഇറ്റ് സൂട്ട്സ് മൈ സ്കിൻ, ഐ ഫെൽറ്റ് സോ. അത് കഴിഞ്ഞ് ഞാൻ അതൊക്കെ ചെയ്ത് അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ആസ് ഓൾവേസ് അഗെയിൻ നമ്മൾ ലിഫ്റ്റിൽ കയറി ഇനി താഴോട്ട് പോകണം. ആസ് ഓൾവേസ് നിങ്ങൾക്കറിയാലോ, ഞാൻ കുറേ ആസ് ഓൾവേസ് പറയുന്നുണ്ടല്ലോ. എനിവേസ് ലീവ് ഇറ്റ്. താഴെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോഫീസും കേക്ക്സും ഇല്ലാണ്ട് വീട്ടിലോട്ട് എനിക്ക് കയറാൻ പറ്റത്തില്ല. എനിക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടിപ്പട്ടാളം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്ട്രോബെറിയുടെ കേക്കും പിന്നെ അവൻ്റെ അപ്പന് വേണ്ടിയിട്ട് ആ ചോക്ലേറ്റിൻ്റെ ഒരു കേക്കും കൂടെ മേടിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയപ്പോഴത്തേക്കുമാണ് നമ്മുടെ പോപ്സിക്കിൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഈ വീഡിയോ വരുമ്പോഴത്തേക്കും മീൻകുട്ടിയുടെ ഫേവറേറ്റ് പോപ്സിക്കിൾസ് ആണ് കേക്ക് പോപ്സിക്കിൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടേക്ക് കെയർ, ബൈ.